വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ആവർത്തിക്കുന്ന ചില ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹോട്ട് ടോപ്പിക്സ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ്, പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന പേരിൽ വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദേശീയ ജലപാത എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദേശീയ ജലപാതയുണ്ട്, അതില് ഏതൊക്കെ ദേശീയ ജലപാതകൾ ഏത് നദികളിലൊക്കെ കടന്നു പോകുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ്, കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർ വേ, അല്ലെങ്കിൽ എന്താണെന്ന് പറയുന്നത് NW1, NW2, NW3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ എത്ര ദേശീയ ജലപാതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 5 ദേശീയ ജലപാതകളാണ് ഉള്ളത്. അതില് NW1 നാഷണൽ വാട്ടർ വേ നമ്പർ 1 ഏതാണ്, ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദ് ടു ഹാൽഡിയ. ഏതൊക്കെ സ്ഥലങ്ങളാണ്? അലഹബാദിനെയും അതുപോലെ തന്നെ ഹാൽഡിയയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത നമ്പർ 1. ഇത് ഏതൊക്കെ നദികളിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളുടെ പേര് ഗംഗ, അതുപോലെ തന്നെ ഭാഗീരഥി. ഗംഗ, ഭാഗീരഥി, ഹുഗ്ലി നദികളിലൂടെയാണ് NW1 കടന്നു പോകുന്നത്. NW1 ഇത് 1620 കിലോമീറ്റർ നീളത്തിലാണ് നാഷണൽ വാട്ടർ വേ നമ്പർ 1. ദേശീയ ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായിട്ടുള്ള ദേശീയ ജലപാത എന്നറിയപ്പെടുന്നത് NW1 ആണ്. അപ്പൊ ദേശീയ ജലപാത അഥവാ നാഷണൽ വാട്ടർ വേസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ. ഇന്ത്യയിലൂടെ 5 ദേശീയ ജലപാതകൾ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത NW1 ആണ്. അത് ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൽഡിയയുമാണ്. അത് ഏതൊക്കെ നദികളിലൂടെ കടന്നു പോകുന്നു? ഗംഗ, ഭാഗീരഥി, ഹുഗ്ലി നദികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി NW2 അഥവാ നാഷണൽ വാട്ടർ വേ നമ്പർ 2 അല്ലെ, അത് ഏതൊക്കെ സ്ഥലമാണ്? സാദിയ ടു ദുബ്രി. എന്താണ്? സാദിയ മുതൽ ദുബ്രി വരെയാണ് NW2. സാദിയ മുതൽ ദുബ്രി വരെയാണ് എന്താ NW2. ഇത് എവിടെയാണ്? അസമിലാണ്. അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ജലപാത നമ്പർ 2. ഇനി NW3 ദേശീയ ജലപാത നമ്പർ 3. കേരളത്തിലൂടെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത, കേരളത്തിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ NW3 ആണ് നമ്മൾ പറയേണ്ടത്. ഇനി അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിക്കണം. ചമ്പക്കര. എന്താണ്? ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ. ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ. ഇവിടെ നദിയല്ല, എന്താണ്? കനാലുകളാണ്. ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളാണ്. കൊല്ലം, കോഴിക്കോട്. എന്തിനെ തമ്മിൽ സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം, കോഴിക്കോടാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളിൽ കൂടി ഒഴുകുന്നു അല്ലെ, അതിൽ കൂടെ കടന്നു പോകുന്നു. അടുത്തത് NW4 ദേശീയ ജലപാത നമ്പർ 4 എവിടുന്നോട്ട് എവിടം വരെയാണ്? കാക്കിനാട ടു പുതുച്ചേരി. കാക്കിനാട ടു പുതുച്ചേരി. കാക്കിനാട മുതൽ പുതുച്ചേരി വരെയാണ്. ഇത് ഗോദാവരി, കൃഷ്ണ നദികളിലൂടെയാണ്. ഗോദാവരി, കൃഷ്ണ നദികളിലൂടെയാണ് NW4 ദേശീയ ജലപാത. ഇനി NW5 ഉണ്ട്. അത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. NW5 അത് തൽച്ചാർ ടു ധാംറ. സ്ഥലങ്ങൾ ഏതാണ്?
തൽച്ചാർ ടു ധാമ്ര. ധാമ്ര സ്ഥലങ്ങൾ ഇതാണ്. നദികൾ ഏതാണ്? ബ്രാഹ്മണി മഹാനദി. ബ്രാഹ്മണി മഹാനദികളെ ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? 5 ദേശീയ ജലപാതകളെ കുറിച്ച് പറഞ്ഞു ട്ടോ. ഈ 5ാമത്തെ ദേശീയ ജലപാതയെ നമ്മൾ വേറൊരു പേരും കൂടിയും ഇട്ട് വിളിക്കുന്നു. എന്താണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പൊ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. കേരളത്തിലൂടെയുള്ളത് ഏതാണ്? കേരളത്തിലൂടെയുള്ളത് NW3 ആണ്. കേരളം NW3 ആണ്. ഇനി ദേശീയ ജലപാത നമ്പർ 1 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജലപാത എന്ന് നമ്മൾ പറഞ്ഞു. അത് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോളോ. ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ. ഉത്തർപ്രദേശ്, ബീഹാർ. നെക്സ്റ്റ് വൺ ജാർഖണ്ഡ്, അടുത്തത് വെസ്റ്റ് ബംഗാൾ. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ദേശീയ ജലപാതയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു നമ്മൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ഉണ്ട് എന്ന് ചോദിച്ച 5 പറയണം. കേരളത്തിലൂടെ ഒന്നേ ഉള്ളൂ, NW3 ആണ്. ഏറ്റവും വലുത് NW1 ആണ്. അലഹബാദ് ടു ഹാൽഡിയ. അത് പിന്നെന്താണ്? ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഗംഗ, ഭഗീരഥി, ഹുഗ്ലി എന്നീ നദികളിലൂടെ കടന്നു പോകുന്നു. അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്തത് സാദിയെയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NW2 അസം, ബ്രഹ്മപുത്ര നദികളിലാണ്. ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ കനാലുകളെ തമ്മിൽ അതിൽ കൂടി കടന്നു പോകുന്ന NW3 കൊല്ലം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കാക്കിനാട, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന NW4 ഗോദാവരി, കൃഷ്ണ നദികളിലൂടെ കടന്നു പോകുന്നു. തൽച്ചാർ, ധാമ്ര എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന NW5 ബ്രാഹ്മണി മഹാനദികളിലൂടെ കടന്നു പോകുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന പേരിലും കൂടിയും അറിയപ്പെടുന്നു. അപ്പോ ദേശീയ ജലപാതയെ കുറിച്ച് ധാരണയായോ മക്കളെ? ഇത്രയാണ് ദേശീയ ജലപാത എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ്? ആദ്യത്തെ പുരസ്കാരം നേടിയത് ആരാണ്? അതുപോലെ തന്നെ നിലവിൽ ആരാണ് പുരസ്കാരം നേടിയത്? പ്രായം കുറഞ്ഞ വ്യക്തി എന്താണ്? ആരാണ്? അതുപോലെ മലയാളികൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 1969 ആദ്യമായി നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിക റാണിയാണ്. അപ്പൊ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായി നേടിയത് ദേവിക റാണിയാണ്. ആദ്യം നേടിയത് 1969 ആദ്യമായിട്ട് നേടിയത് ദേവിക റാണിയാണ് അല്ലെ. ഇനി മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് നമുക്കറിയാം. അത് 2021 നേടിയത് 53ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമായിരുന്നു. അത് നേടിയത് വഹീദ റഹ്മാൻ ആണ്. 53ാമത്തെ വഹീദ റഹ്മാൻ നേടി 53ാമത്തെ പുരസ്കാരം. 54ാമത്തെ പുരസ്കാരം നേടിയത് 2022 മിഥുൻ ചക്രവർത്തിയാണ്. ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി 2022 54ാമത്തെ പുരസ്കാരവും 2023 55ാമത് പുരസ്കാരം ആരും നേടി? മോഹൻലാലും നേടി. 55ാമത് പുരസ്കാരം 2023 നേടിയത് മോഹൻലാലാണ്. ഇനി അടുത്തത് 2004 അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരം നേടുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരം നേടിയ വർഷം 2004 ആണ്. അപ്പൊ 2004 ശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന മലയാളിയാണ് അല്ലെ. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം 2004 ആദ്യമായിട്ടൊരു മലയാളി ദാദാ സാഹിബ്
പുരസ്കാരം നേടി. അതാരാണ്? നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ ആദ്യമായി നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം രണ്ടാമത് നേടുന്ന മലയാളി ആരാണ്? മോഹൻലാൽ ആണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മോഹൻലാൽ ആണ്. അപ്പൊ രണ്ടാമത്തെ മലയാളിയാണ്, പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, 55ാമത്തെ പുരസ്കാര ജേതാവാണ്. 2023 നേടിയതാണ് മോഹൻലാൽ. ആദ്യം നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 2004. ആദ്യമായി നേടിയത് 1969 ദേവിക റാണി. ഇനി 53ാമത് പുരസ്കാരം വഹീദ റഹ്മാൻ. 54ാമത്തെ പുരസ്കാരം ആരാണ് നേടിയത്? 54ാമത്തെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള വേറൊരു ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? ഇന്ത്യൻ നദികൾ. അപ്പൊ ഇന്ത്യൻ നദികള് ഇന്ത്യൻ നദികളെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഉപദ്വീപിയൻ നദികളെ കുറിച്ച് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പ്രധാനമായിട്ടും നമ്മൾ വിളിക്കുന്നത്. ഉപദ്വീപിയൻ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുന്നത് എവിടെ നിന്ന്? പരീക്ഷയുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. മൺസൂൺ. എന്താണ്? മൺസൂൺ മഴകളിൽ നിന്ന്. അപ്പൊ മൺസൂൺ മഴകൾ ലഭിച്ചാൽ മാത്രമാണ് ഉപദ്വീപിയൻ നദികൾക്ക് എന്ത് ലഭിക്കുള്ളൂ എന്നാ പറയണേ? ഉപദ്വീപിയൻ നദികൾക്ക് പ്രധാനമായും ജലം ലഭിക്കുള്ളൂ. ഇനി ഉപദ്വീപിയൻ നദികളുടെ പ്രത്യേകത എന്ത്? ഒന്ന്, മൺസൂൺ മഴകളിൽ നിന്നാണ് ജലം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തത് അപരദന തീവ്രത. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപരദന തീവ്രത താരതമ്യേന കുറവാണ് ആർക്ക്? ഉപദ്വീപിയൻ നദികൾക്ക്. അതുപോലെ തന്നെ എന്താണ്? വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണ്. എന്തിന്? ഉപദ്വീപിയൻ നദികൾക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. കുറഞ്ഞ ജലസേചന ശേഷിയാണ് ആർക്കുള്ളത്? ഉപദ്വീപിയൻ നദികൾക്കുള്ളത് എന്ന് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികളാണ്. ഒന്ന്, മഹാനദി. അതുപോലെ തന്നെ കാവേരി. ഏതാണ്? കാവേരി. അടുത്തത് ഗോദാവരി. ഏതാണ്? ഗോദാവരി. അപ്പൊ മഹാനദി, കാവേരി, ഗോദാവരി, കൃഷ്ണ. അടുത്തത് കൃഷ്ണ. ഇനി അടുത്തത് ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി. ഈ ഉപദ്വീപിയൻ നദികളിൽ, പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികളിൽ നർമ്മദ, താപ്തി എന്നീ നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ്. പടിഞ്ഞാറോട്ട്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് മഹാനദി, കാവേരി, ഗോദാവരി, കൃഷ്ണ തുടങ്ങിയവ. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ പതനസ്ഥാനം എവിടെയായിരിക്കും? അറബിക്കടലിലായിരിക്കും പതിക്കുന്നത്, അല്ലെ? അറബിക്കടലിൽ പതിക്കും. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എവിടെ പതിക്കും? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുക. പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ, മിക്ക നദികളും എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ പ്രത്യേകത, കടലിലേക്ക് എത്തുന്നതിനു മുമ്പ് അവയുടെ പതന സ്ഥാനത്ത് ഡെൽറ്റകൾക്ക് പകരം അഴിമുഖങ്ങൾ. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എന്ത് നിർമ്മിക്കുന്നു? അഴിമുഖങ്ങൾ നിർമ്മിക്കുന്നു. അപ്പൊ അഴിമുഖങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ എന്താണ് നിർമ്മിക്കുന്നത്? ഡെൽറ്റകൾ. അപ്പൊ ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളും, അതുപോലെ തന്നെ അഴിമുഖങ്ങൾക്ക് രൂപം നൽകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഉപദ്വീപിയൻ നദികളുടെ ഓരോന്നിന്റെയും ഉത്ഭവ സ്ഥാനം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് മഹാനദി ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഛത്തീസ്ഗഡിലെ സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് മഹാനദി കിഴക്കോട്ടല്ലേ പോണേ?
അപ്പൊ എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പ്രധാനപ്പെട്ട മഹാനദിയുടെ പോഷക നദികളാണ് ഏത്? ഇപ്പ്, ഇത് പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്. ടെല്ല് ഒരു പ്രധാന പോഷക നദിയാണ്. ഷിയോനാഥ് ഒരു പ്രധാന പോഷക നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി. അടുത്തത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ പ്രത്യേകത നാസിക്, മഹാരാഷ്ട്രയിലാണ് നാസിക്. നാസിക്കിലെ ത്രയംബക് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടെ ഞാൻ പതിക്കണേ? ബംഗാൾ ഉൾക്കടലിൽ തന്നെ പതിക്കുന്നു. ഇതിന്റെ പോഷക നദികൾ ഓർത്തോളോ. ഇന്ദ്രാവതി, അതുപോലെ തന്നെ ശബരി, മഞ്ജീര. ഏതാ മക്കളെ? മഞ്ജീര. പെൻഗംഗ. ഏതാ? പെൻഗംഗ. ക്ലിയർ ആയോ? ഗോദാവരി മഹാനദി. ഗോദാവരി പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കുന്നു കൃഷ്ണാനദി. കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് തുംഗഭദ്ര, അതുപോലെ തന്നെ മൂസി ചോദിച്ചിട്ടുണ്ട്. മാലപ്രഭ, അതുപോലെ തന്നെ കൊയ്ന. ഇതും എവിടെ തന്നെ പതിക്കുന്നു? കിഴക്കോട്ടൊഴുകുന്നതായതുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്തത് കാവേരി നദിയാണ്. കാവേരി എവിടെ നിന്നാണ്? കർണാടകയിലെ കുടക് മലനിരകളിലെ തലക്കാവേരി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ, ചിലപ്പോ അങ്ങനെ ചോദിക്കാറുള്ളൂ. ഒന്നുകിൽ തലക്കാവേരി കാണും, അല്ലെങ്കിൽ ബ്രഹ്മഗിരി കുന്ന് കാണും. അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. പതിക്കുന്നത് എവിടെയാണ്? കിഴക്കോട്ടൊഴുകുന്നത് കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, അതുപോലെ തന്നെ ഭവാനി, അതുപോലെ തന്നെ പാമ്പാർ. ഇത് 3ഉം എന്തിന്റെ പോഷക നദികളാണ്? കാവേരിയുടെ പോഷക നദികളാണ്. ഇനിയുമുണ്ട് അമരാവതി, അതുപോലെ തന്നെ അർക്കാവതി എന്നീ പോഷക നദികളും ആർക്കുണ്ട്? കാവേരിക്കുണ്ട്. അടുത്തത് നമ്മളെ 2 പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെ പഠിക്കണം. ഒന്ന് നർമ്മദയാണ്. നർമ്മദ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദ അമർകണ്ടക് കുന്നുകൾ. എവിടെയാണ്? അമർകാണ്ടക് കുന്നുകൾ, അല്ലെങ്കിൽ മലനിര ചോദിക്കണേച്ച മൈക്കല മലനിര അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടെ പതിക്കുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നതായതുകൊണ്ട് അറബിക്കടലിൽ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ബഞ്ചാർ. എന്താ? ബഞ്ചാർ. അടുത്തത് ഹിരൺ. ഏതാണ്? ഹിരൺ. അടുത്തത് ഷേർ. ഇതൊക്കെ ഇതിന്റെ പോഷക നദികളാണ്. അടുത്തത് താപ്തി. നർമ്മദയും താപ്തിയാണ് 2 പടിഞ്ഞാറോട്ട്. ഇപ്പൊ 2ഉം അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതാണ്? മുൾട്ടായ് സത്പുര നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ അറബിക്കടലിൽ തന്നെ പതിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്നതിന്റെ പോഷക നദികളാണ് പൂർണ, ഗിർന, ആനർ തുടങ്ങിയവ. പൂർണ, ഗിർന, ആനർ. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക്. നമ്മൾ എന്താ പഠിച്ചേ? ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചു ദേശീയ ജലപാതകളെ കുറിച്ച് അല്ലെ. 5 ദേശീയ ജലപാത ഉണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ, ഏതൊക്കെ നദികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പഠിച്ചു അല്ലെ. ഏറ്റവും വലുത് ഏതാണ്? കേരളത്തിൽ കൂടെ ഏതാണ്? അതിനുശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പഠിച്ചു. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളും അതിന്റെ പ്രത്യേകതകളും പഠിച്ചു. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.